ജയറാം പാർവതി കുടുംബം രക്ഷപ്പെട്ടത് അവർ തന്നെ പറയുന്നു. ചെന്നൈയിൽ നിന്ന് കാർ മാർഗം കൊച്ചിയിലേക്ക് വരുമ്പോഴാണ് നടൻ ജയറാമും കുടുംബവും സഞ്ചരിച്ച കാർ പാലക്കാട് തൃശൂർ റോഡിൽ കതിരാനിൽ ഉരുൾപൊട്ടൽ നടന്ന സ്ഥലത്തെത്തുന്നത്. അപകടത്തിൽ നിരവധി വാഹനങ്ങൾ തകർന്നിരുന്നു. 20 വാഹനങ്ങൾക്ക് പിറകിലായിരുന്നത്രേ ജയറാമിന്റെ വാഹനം. 18 മണിക്കൂറോളം കുടുങ്ങിക്കിടന്ന താരത്തെയും കുടുംബത്തെയും കേരള പോലീസാണ് രക്ഷപ്പെടുത്തിയതും അവരെ ക്യാമ്പിലേക്ക് കൊണ്ടുപോയതും. എല്ലാ കാര്യങ്ങളും FB ലൈവിലൂടെ താരം തന്നെയാണ് വെളിപ്പെടുത്തിയത്. നമസ്കാരം. ഈ കേരളം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദുരിതത്തിൽ പെട്ടുപോയൊരു കുടുംബമാണ് എൻ്റെയും. ഞങ്ങൾ മദ്രാസിൽ നിന്നും കാറ് മാർഗം ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കുതിരാൻ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ലാൻഡ് സ്ലൈഡിൽ അതിൻ്റെ തൊട്ടു പുറകെയായിട്ട് ലാൻഡ് സ്ലൈഡിൽ നടന്നതിൻ്റെ ഒരു 10-20 വണ്ടികൾക്ക് പുറകിലായിരുന്നു ഞങ്ങളുടെ വണ്ടിയും. അവിടെ ഏകദേശം ഒരു 18 മണിക്കൂറോളം കുതിരാനിൽ കിടന്ന് ഞങ്ങളെ രക്ഷിച്ചത് കേരള പോലീസാണ്. അവർ വന്ന് ഞങ്ങളെ അവരുടെ വണ്ടിയിൽ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞ 3 ദിവസം അവരുടെ ഒരു ക്വാർട്ടേഴ്സിൽ ആഹാരവും ഒക്കെ തന്ന് ഞങ്ങളെ താമസിപ്പിച്ചിരിക്കുകയായിരുന്നു. ഇന്നാണ് അവിടെ നിന്നും എത്തിപ്പെടാൻ കഴിഞ്ഞത്. ആദ്യമായിട്ട് കേരള പോലീസിന് നന്ദി, ഹോം മിനിസ്ട്രിക്ക് നന്ദി, ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, എല്ലാവരോടും നന്ദി പറയുന്നു. അത് കഴിഞ്ഞ് പെരുമ്പാവൂർ ഭാഗങ്ങളിൽ ഇറങ്ങിയിരിക്കുകയാണ് സേവന പ്രവർത്തനങ്ങൾക്ക്. ഞങ്ങളിപ്പോൾ ഈ GCDA അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്യാമ്പാണ്. ക്യാമ്പ് മീൻസ് ഉദ്ദേശിക്കുന്ന ഈ സാധനങ്ങൾ പലരും എത്തിക്കുകയും അത് പല സ്ഥലത്തേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നൊരു സ്ഥലമാണ് എറണാകുളം പനമ്പള്ളിനാറിനടുത്തുള്ള GCDA. ആ GCDA കോംപ്ലക്സിനകത്ത് സാധനങ്ങൾ തീർന്നു. പ്രധാനമായിട്ടും ഈ കുട്ടികളുടെ ഫുഡ്, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന എന്ത് ടൈപ്പാണെങ്കിലും ആ ഫുഡ്, ഒരു സാധനങ്ങളും ഇല്ല അവിടെ, എല്ലാം തീർന്നു കഴിഞ്ഞു. അപ്പോൾ എന്തെങ്കിലും ആരെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ടെങ്കിൽ എന്തായിക്കോട്ടെ, ലൈവ് ഫുഡ് ആയിക്കോട്ടെ, ചോറായിക്കോട്ടെ, എന്താണെങ്കിലും നിങ്ങൾ ആ GCDA ബിൽഡിങ്ങിലൊന്ന് എത്തിക്കാൻ പറ്റിയാൽ, പ്രത്യേകിച്ചും വെള്ളം നിങ്ങൾക്ക് എത്രയാണ്, ഒരു ക്രേറ്റെങ്കിൽ ഒരു ക്രേറ്റ് എത്രയാ കൊടുക്കാൻ പറ്റുന്ന വെച്ചാൽ അത്രയെങ്കിലും അവിടെ കൊണ്ടെത്തിക്കുക. പിന്നെ മരുന്നുകൾ, പിന്നെ ബേബി ഫുഡ്, എല്ലാത്തിനും ഷോർട്ടേജ് ഉണ്ട്. ലൈക്ക് സാനിറ്ററി നാപ്കിൻസ് എല്ലാം ആവശ്യമുണ്ട് നമുക്ക് എല്ലാം. അതുകൊണ്ട് ആ കളക്ഷൻ സെന്ററിൽ എത്തിക്കുകയാണെങ്കിൽ അവർ അല്ലെങ്കിൽ സന്നദ്ധ സേവകർ ഇത് കൊണ്ടുപോയി റിലീഫ് ക്യാമ്പുകളിൽ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം എന്തൊക്കെ കൊടുക്കാൻ പറ്റുമോ അത്രയും അവിടെ എത്തിക്കാൻ റിക്വസ്റ്റ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച്. മാക്സിമം എഡിബിൾ തിങ്സ് ആണെങ്കിൽ, പിന്നെ എക്സ്പിറേഷൻ ഡേറ്റ് ഉള്ള സാധനങ്ങളാണെങ്കിൽ മാക്സിമം ഡേറ്റ് ഒന്ന് നോക്കി കൊടുക്കാൻ ട്രൈ ചെയ്യണം. കാരണം ഇത് വേറെ നമ്മൾ കൊണ്ടുപോയി എത്തിച്ചു കൊടുക്കുന്ന റിലീഫ് ക്യാമ്പ്സിലേക്കാണ്, അവർക്കും കൂടെ യൂസ് ചെയ്യേണ്ട സാധനങ്ങളാണ്. സോ ജസ്റ്റ് കീപ് ഓൾ ദാറ്റ് ഇൻ മൈൻഡ്. എനിത്തിങ് യു ഡു വിൽ ബി എ ഗ്രേറ്റ് ചേഞ്ച്. സോ താങ്ക് യു. നന്ദി. കരകയറട്ടെ നമ്മുടെ സഹോദരങ്ങൾ. ഫിലിം കോട്ട്. ഞങ്ങളെ സ്നേഹിക്കുന്നവർ, ഞങ്ങൾക്കൊപ്പം നിന്നവർ, ഞങ്ങളെ വിശ്വസിച്ചവർ, 4 ലക്ഷം സബ്സ്ക്രൈബുമായി മുന്നോട്ട് തന്നെ. എല്ലാവർക്കും നന്ദി. നിങ്ങളും സബ്സ്ക്രൈബ് ചെയ്യൂ, ഒപ്പം കൂടൂ. ഫിലിം കോട്ട്.